ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ HDFC ബാങ്ക് പുതിയ 2 ക്രെഡിറ്റ് കാർഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി HDFC ബാങ്ക് ഇപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുള്ള ഒരു നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു യൂസറായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെയിൻ റീസൺ വൺ ഓഫ് ദി റീസൺ പറയുന്നത് ഇവർ ചെറുപറ കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാർഡുണ്ട് ഇവർക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പേസാപ്പ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 പുതിയ ക്രെഡിറ്റ് കാർഡ് ഇവർ ഇറക്കിയിട്ടുണ്ട്. പേസാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, HDFC ബാങ്ക് തന്നെ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനും സംഭവമൊക്കെ നമുക്ക് റീചാർജ് അങ്ങനെ സംഭവത്തൊക്കെ ചെയ്യാൻ ഒരു ആപ്പാണ്, യൂട്ടിലിറ്റി ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടിയിട്ടുള്ള അതിലത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിക്കുന്ന ഒരു കാർഡാണ് കേട്ടോ. പിക്സൽ പ്ലേ എന്ന് പറഞ്ഞിട്ടും പിക്സൽ ഗോ എന്ന് പറഞ്ഞ 2 ക്രെഡിറ്റ് കാർഡാണ് ഇപ്പോൾ ഇറക്കിക്കുന്നത്. ഒരെണ്ണത്തിന് ഗോ എന്ന് പറഞ്ഞ കാർഡിന് നമുക്ക് 250 രൂപ പ്ലസ് GST ആണ് വരുന്നത്. നമ്മൾ 50,000 രൂപ കോളത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. പിക്സൽ പ്ലേ എന്ന് പറയുന്നത് നമുക്ക് 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആനുവൽ ഫീ ആയിട്ടുള്ള 500 രൂപ നമുക്ക് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ്, ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല. ചില പേർക്ക് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ പേസാപ്പിൽ കൂടെയാണ് വരിക. അപ്പോൾ നിങ്ങൾ പേസാപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അതിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നോർമലി നല്ലോണം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഓഫർ വന്നിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു കസ്റ്റമൈസബിൾ കാർഡും കൂടിയാണ്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് അല്ല ശരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് ഓഫർ വേണം. ശരിക്കും നമുക്ക് ഈ പിക്സൽ പ്ലേ എന്ന് പറഞ്ഞ കാർഡാണ് മോസ്റ്റ്ലി ആൾക്കാർക്കും ഇപ്പോൾ അപ്ലൈ ഓപ്ഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പിക്സൽ പ്ലേൻ്റെ കാർഡിൻ്റെ ഓഫർ പറയുകയാണെങ്കിൽ നമുക്ക് 3% നമുക്ക് ക്യാഷ് ബാക്ക് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, ട്രാവൽ ഉണ്ട്, അതിൽ നമുക്ക് കുറച്ച് അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസുമാണ്, എൻട്രി ലെവൽ കാർഡുകളാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിംഗ് ഫേസിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങളുടെ പേസാപ്പ് ആപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ. എന്ന് വെച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ അത് 99% സാധനം അപ്രൂവ് ആവട്ടെ. ഇതിൻ്റെ ഫുള്ളി ഡീറ്റെയിൽസും സംഭവമൊന്നും ആക്ച്വലി HDFC ബാങ്ക് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിംഗ് ഫേസ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയിക്കാൻ ആക്ച്വലി വന്നത്. ഇപ്പോൾ 2 പുതിയ കാർഡ് ഇറങ്ങിയപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ന്യൂസായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമ്മുടെ 2 ചാനൽ കാണാത്തൊരു പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം, ബൈ.